പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് അതിരപ്പള്ളി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ ഫോണൊക്കെ എടുത്ത് നോക്കണ സമയത്ത് ഫുൾ സ്റ്റാറ്റസ് അതിരപ്പള്ളി. ഇൻസ്റ്റാഗ്രാം പറഞ്ഞാലും ഫേസ്ബുക്ക് പറഞ്ഞാലും ഒക്കെ തുറന്നാലും അതിരപ്പള്ളി തന്നെ. എന്നാ പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കണേ, അതിരപ്പള്ളി വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ എന്തായാലും അതിരപ്പള്ളിയൊക്കെ ഒന്ന് പോയി റൗണ്ട് അടിച്ചിട്ട് വരാം. അവിടുത്തെ എന്താ വിശേഷം, എന്താ സംഭവം എന്നൊക്കെ നോക്കിട്ട് വരാട്ടാ. എന്തായാലും പോണ വഴിയിൽ ബാക്കി കാണാം. അങ്ങനെ വെച്ചാൽ നമ്മള് പതുക്കെ ഇറങ്ങിയതേ കുറച്ചൊരു 2 കിലോമീറ്ററോളം പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തളിർത്ത് നിൽക്കുന്നുണ്ട്. കൊമ്പൊന്നും ഒടിഞ്ഞ് വീടാണ്ടിരുന്നാൽ മതി. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ വണ്ടികളുണ്ട് കേട്ടോ. എന്തായാലും ഇന്ന് പോവാൻ തോന്നിയത് നന്നായി തോന്നുന്നു. ഇനിയിപ്പോൾ നാളെയും മറ്റന്നൊക്കെ നല്ല തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശനി ഞായറൊക്കെ അല്ലേ. പിന്നെ അതേപോലെ തന്നെ നാളെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വർക്കല്ലേ, വെക്കേഷൻ കഴിയല്ലേ. അപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ ഇപ്പം ഇങ്ങോട്ട് തന്നെയാണ് വരണേന്ന് തോന്നുന്നു. കാരണം വെള്ളച്ചാട്ടം മഴയല്ലേ. എന്തായാലും ഈ സമയത്ത് വരണത് ഏറ്റവും അടിപൊളിയായിരിക്കും. ആശാമാരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ തുമ്പൂർമുഴി ഡാമിന്റെ അകത്ത് എത്തിയിട്ടുണ്ട്. അകത്തല്ല, പുറത്ത്. ഇതാണ് തുമ്പൂർമുഴി ഡാം. നമ്മുടെ വണ്ടിയുമേ പേരുണ്ട് അതിശയം. അതിന്റെ കാരണം ഇതാണ് കണ്ട, അതിശയം ഹോട്ടല്. അതിന്റെ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വീട്. പക്ഷെങ്കിൽ ഒരു 6 കൊല്ലം മുമ്പ് നമുക്ക് പട്ടയം കിട്ടിയിട്ടില്ല സ്ഥലം. വീട്ടിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇതാ കാണുന്ന ഗേറ്റ്, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇപ്പൊ കാണാനില്ല എന്നുള്ളൂ. അവിടെയാണ് നമ്മുടെ വീട്. നമ്മൾ വണ്ടിയൊക്കെ കയറ്റി പോകുന്നത് അതിൽ കൂടെയാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണത്. ഒരു 6 കൊല്ലം മുമ്പ് നമുക്ക് സ്ഥലത്തിന് പട്ടയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഫോറസ്റ്റുകാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് വീടും കടയൊക്കെ ഒഴിപ്പിച്ച് പോയി. കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുന്നുണ്ട്. കോടതി വിധിയായിട്ടുണ്ട്, പക്ഷേങ്കിൽ സ്ഥലം ഇതുവരെയായിട്ട് തിരിച്ച് കിട്ടിയിട്ടില്ല. സുപ്രീം കോടതി വിധിയാണ് ഇത്. ഇപ്പോൾ ഒരു 4 മാസത്തോളമായിട്ടുണ്ട് നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ നമുക്ക് തിരിച്ച് തന്നിട്ടില്ല. ഫോറസ്റ്റുകാർ ഇങ്ങനെ നീട്ടി നടത്തുന്നുണ്ട്. എന്താണെന്നറിയില്ല. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. എന്തായാലും സുപ്രീം കോടതി വിധിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെയാണ്. തുമ്പൂർമുഴി ഡാമിൽ കയറാനുള്ള സമയമുണ്ടോയെന്ന് അറിയില്ല. ചെന്നിട്ട് എനിക്ക് ഒരു പേഴ്സണൽ ട്രിപ്പ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കണം, പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ തുമ്പൂർമുഴി ഡാമൊക്കെ കയറി കാണിച്ചു തരായിരുന്നു. ഇപ്പം എന്തായാലും നമ്മൾ അതിരപ്പള്ളി ചാർപ്പിക്കാണ് പ്ലാനിങ്. അതിരപ്പള്ളി വരുന്നവരുടെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരപ്പള്ളി വെറുതെ വരും. അതിരപ്പള്ളിയിൽ ഇപ്പോൾ തീരെ വെള്ളം ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും എല്ലാവരും വരും. മേളിൽ ഇവിടെ ഇത്ര വെള്ളമുള്ളൂ, അവിടെ ഒന്നും കാണാനില്ല. ആ ഒരു മൈൻഡിൽ എല്ലാവരും തിരിച്ചു പോകും. പക്ഷേ അതിരപ്പള്ളിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് താഴെയാണ് കേട്ടാ. ഞാൻ പോലും പണ്ടൊക്കെ അതിരപ്പള്ളി വന്നിട്ട് മേളിൽ നിന്നിട്ട് അതെന്തിട്ട് തേങ്ങ കാണാനല്ലേ, ഇവിടെ ഒന്നുമില്ല, ഒരു തേങ്ങയില്ല എന്ന് ചോദിച്ചിട്ട് ഞാനും വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഞാനും തിരിച്ചു. സംഭവം വേറെ ഒന്നുമില്ല. അവിടുത്തെ ഭംഗി എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ഏത് വെള്ളം ഇല്ലാത്ത സമയമാണെങ്കിലും താഴെ ഇറങ്ങി കാണണം. താഴെ ഇറങ്ങി കണ്ടു കഴിഞ്ഞാലാണ് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭംഗി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തിരിച്ചു വരുന്ന സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആനേനെ കാണാട്ടാ. എപ്പോഴും ഈ ഒരു ക്രോസിങ്ങിൽ കൂടിയാണ് പോവാറ്. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് എപ്പോഴും പോവാറ്. ഞാനൊരു വിധം എല്ലാ ദിവസവും മിക്ക ദിവസവും ഇതിൽ കൂടെ പാസ് ചെയ്യണ സമയത്ത് കാണാറുണ്ട്. ഇവിടെയൊക്കെ പണ്ട് നമ്മൾ ഊത്തൽ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കേറിയിട്ടുണ്ടാണോ. എന്തായാലും ഇങ്ങനെ പോവാം. മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എന്തായാലും നൈസായിട്ട് ഇങ്ങനെ പോവാം. അവിടെ കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പെട്ടെന്ന് വിചാരിച്ച ആനയാന്ന്. പശുവല്ലേ കറുത്തിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പുഴയൊക്കെ കാണാട്ടാ. നൈസായിട്ട് ഇങ്ങനെ പോവാം. എന്തെങ്കിലും മൃഗങ്ങൾ വന്ന് ഫ്രണ്ടിൽ പെടാണെന്നുണ്ടെങ്കിൽ ദിവനം നമുക്ക് ഇട്ടുകൊടുക്കാം. പുഴയിലൊക്കെ നൈസാട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട്. ആരും ഇവിടെ ഒന്നും ഇറങ്ങാറില്ല. സാധാരണ വേറെ സമയത്തേ ഇവിടെയൊക്കെ നിറച്ചും വണ്ടികൾ ഉണ്ടാവാറുണ്ട്. ഇന്ന് ദിവസമാണോന്ന് അറിയില്ല. പിന്നെ അത് മാത്രല്ല കേട്ടാ, ഇവിടെ പോകുന്ന വഴിയിൽ ഇങ്ങനെ പുഴയുടെ സൈഡിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്നുള്ള ബോർഡുകൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. ബോർഡുകളാണ്, ആരും അത് നോക്കാറൊന്നുമില്ല. പക്ഷേങ്കിൽ എല്ലാവരും ഇറങ്ങാറൊക്കെ ഉണ്ട്. ചില സമയത്തൊക്കെ പോലീസ് മാമന്മാരൊക്കെ സീനാക്കാറുണ്ട്. പിന്നെ ഇവിടെ സിലോഷം പാലത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട്, പാർക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഈ പാലത്തിന്റെ അവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. മഴ പെയ്ത് ഇങ്ങനെ ആ കോട പോകുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. ഈ സിലോഷം പാർക്കാണ് കേട്ടാ. നമുക്ക് എന്തായാലും ആ പാലത്തിന്റെ അവിടേക്ക് ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം എന്താ അവസ്ഥ എന്നറിയാലോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂര് എറണാകുളം ജില്ലയുടെ ബോർഡർ. ഈ പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളം ജില്ലക്ക് വരും. പാലക്കാട് ജില്ലയല്ല കേട്ടോ, എറണാകുളം ജില്ല. അതെ, പുഴയിൽ നൈസാണ്. ഇതേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ട് കേട്ടാ.
ഇത് അങ്ങോട്ട് നോക്കുമ്പോ പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഉണ്ട്. അതാണ് അടിപൊളി. എന്തായാലും നമുക്ക് പാലത്തിന്റെ അപ്പുറത്തൊന്ന് സൈഡാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം. അപ്പൊ നമ്മള് പതുക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വണ്ടിയിലിരിക്കണം. അമ്മയും അനിയനൊക്കെ വണ്ടിയിൽ തന്നെ ഇരിക്കാണ്ട. അവരിതൊന്നും കാണാത്തല്ലോ, നീ പോയി കണ്ടിട്ട് വരെ. സ്ഥിരം കാണുന്ന ആൾക്കാരാകുമ്പോ അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മ എന്തായാലും നോക്കിയിട്ട് വരാം. എന്തായാലും വീഡിയോ എടുക്കണല്ലേ. ഞാനീ പറഞ്ഞ മാതിരി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ചായിട്ടാ. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വരാറുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല. അതേപോലെ തന്നെ അതിരപ്പള്ളിക്കും പോകാറില്ല. നമ്മള് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അറിയാല. കാണട്ടെ ഇവിടുത്തെ അവസ്ഥ. പ്രളയത്തിന്റെ സമയത്തൊക്കെ ഈ പാലത്തിന്റെ ഈ ഒരു പൊക്കത്തിന് വരെ ഒരു മുട്ടിനൊപ്പം വരെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നിട്ടാ. പിന്നെ അതേപോലെ തന്നെ ഈ പാലത്തിന്റെ ഉണ്ടല്ലോ സൈഡ് ഇങ്ങനെ തെറ്റി വന്നിട്ടുണ്ടായിരുന്നു. പാലം കുറച്ച് നീങ്ങി നിൽക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രെയിനൊക്കെ വന്ന ഒരാഴ്ചയില്ല 2 ആഴ്ചത്തോളം നിന്നിട്ട് എറണാകുളം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മറ്റേ മലയാറ്റൂർ ആ ഒരു ഭാഗത്തേക്ക് പോകാട്ടാ. അതേപോലെ തന്നെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പുറ, കാലടി, കരയാമ്പറമ്പ് ആ ഒരു ഭാഗത്തേക്ക് ഇതിലേ പോകാം. പക്ഷേങ്കിൽ വഴി ഒരു 2-2.5 കിലോമീറ്ററോളം മോശമുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറെ വളവും തിരിവും ഗൂഗിൾ മാപ്പൊക്കെ നോക്കി പോകണം, അല്ലെങ്കിൽ ചിലപ്പോ വഴിയൊക്കെ തെറ്റിപ്പോവും. പക്ഷേങ്കിൽ ഞാനിവിടെ കിടക്കുകയാണെങ്കിൽ പോലും ഞാൻ ഈ വഴി കൂടെ പോകാറില്ല. ഞാൻ ചാലക്കുടി വഴി തന്നെ പോവാറ്. പക്ഷേങ്കിൽ ഇപ്പൊ വന്നിട്ട് കരയാമ്പറമ്പല്ല, നമ്മുടെ ചെറങ്ങരയിലും അതേപോലെ തന്നെ നമ്മുടെ ഈ മുരിങ്ങൂരൊക്കെ പാലത്തിന്റെ പണി നടക്കുന്നത് കാരണം വന്നിട്ട് ഞാനിപ്പോ ഈ വഴി കൂടെ പോവാണെങ്കിൽ പോവുള്ളൂ. ഈ ഒരു സമയത്ത് ഈ വഴി കൂടെ പോണതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാലക്കുടി വഴി തന്നെയാണ് എപ്പോഴും പറ്റത്. അതേപോലെ തന്നെ ബ്ലോക്കില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് എത്തും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്കാണെങ്കിലും ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടില്ല കേട്ടാ. മറ്റേ വഴി കൂടെ പോവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാനും പറ്റും. അതേപോലെ തന്നെ കിലോമീറ്റർ മാത്രം നമ്മളൊരു 10 കിലോമീറ്ററോളം ലാഭം നോക്കിയിട്ട് കാര്യമില്ല. സമയം വന്നിട്ട് ഒരു സമയം വന്നിട്ട് ഒരു സെയിം സമയം അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തെ മറ്റേ വഴി കൂടെ പോയി കഴിഞ്ഞാൽ എത്തൂട്ടാ. ഇവിടെ ഒരു അതിരപ്പള്ളി അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവിക്കുന്നുണ്ട് കേട്ടാ. ഇത് ഓപ്പൺ ആണോ എന്താ സെറ്റപ്പ് എന്നൊന്നും അറിയില്ല. പക്ഷെങ്കില് ആരും ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇനി അത് ഓപ്പൺ ആണോ എങ്ങനെയാണ് എന്നൊരു സെറ്റപ്പ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ കാണുന്നത് ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. അവിടെയാണ് ഞാൻ +2 വരെ പഠിച്ചത്. +2 വരെ ഇല്ല, +1 +2 മാത്രം ഇവിടെയാണ് പഠിച്ചത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അവിടെ ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒക്കെ പോയിരുന്ന കഴിക്കുക. പിന്നെ അതേമാതിരി ഇന്റർവെൽ ടൈം ആകുമ്പോൾ ഈ പുഴയിലൊക്കെ പോയി ഫുഡ് കഴിക്കാനൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. പിന്നെ അവിടെ ഒരു മേളിലൊരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട്. അതിന്റെ മേളിലൊക്കെ കയറി വയ്ക്കാൻ പോകും. എവിടെ കാണാൻ പറ്റില്ല. മലയുടെ മേളില തിരിച്ചു വരുമ്പോൾ പറ്റി കാണിക്കാം. മലയുടെ മണ്ടൊക്കെയാണ്. ഈ വഴിക്കോടൊക്കെ ഇങ്ങനെ പുഴയ്ക്കൊക്കെ അങ്ങനെ നടന്നു പോവാറ്. ഇതില് നൈസാണ് കേട്ടാ. അതിലൊക്കെ വണ്ടിയൊക്കെ ഇറക്കാറുണ്ട്. ഞങ്ങ ഒരു ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനത്തെ ദിവസങ്ങളിൽ വരണം. ഞാനിപ്പോ ഇന്ന് വെള്ളിയാഴ്ച ഇറങ്ങണേ. ഇങ്ങനത്തെ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നൈസായിട്ട് സ്വസ്ഥമായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് റിലാക്സ് ആയിട്ട് പോവാം. ആ സ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വരാണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ഇതുണ്ടാവില്ല. ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കൊരു സുഖമായിട്ട് പോകാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ഗിയർ ഉണ്ടാവണ ചെയ്യാണ്ട് നൈസായിട്ട് അങ്ങോട്ട് ഓടിക്കാം. ഇപ്പൊ ഞാനല്ല കേട്ടോ വണ്ടി ഓടിക്കണേ, അനീന. അവനെ ഓടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സുഖമായിട്ടിരുന്ന് വീഡിയോ എടുക്കാം. ഞാൻ അതിന് വേണ്ടി അവനെ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ കൊണ്ടുവരില്ല. നമ്മളെ ഏകദേശം അതിരപ്പള്ളി എത്താറായിട്ടുണ്ട്. പിള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഈ കാണുന്ന ഈ അമ്പലത്തിന്റെ ഇവിടുന്ന് ഈ ലെഫ്റ്റ് പോകുന്ന ഈ വഴി ഉണ്ടല്ല, ഈ വഴി കൂടെ പോയി ചെറിയായിട്ട് അവിടെ ഒരു വെള്ളച്ചാട്ടവും അതേപോലെ തന്നെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങാവുന്ന ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പോ നേരെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ ആൾക്കാരും വലിയ അലമ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് നൈസായിട്ട് സുഖമായിട്ട് കുളിച്ചു വരാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ പുഴയിലൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാരുടെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വന്നിട്ട് അവിടെ വന്നിട്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടാ. അപ്പൊ എന്തായാലും തിരിച്ചു വരുമ്പോ പറ്റാണെന്നുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ആ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആനേനെ കാണുന്നത് ഈ ഒരു ഭാഗത്താണ്ടാ. ഇവിടെ മിക്കത് ഒരു 4 മണി ഒരു 5 മണി ആ ഒരു സമയത്തൊക്കെ കൂടുതലും കാണാറുണ്ട്. ഈ ഒരു ഭാഗത്താ ഈ താഴെ ഇവിടേക്ക് നിൽക്കാറ് വരുന്ന സമയത്ത്. നൈസാട്ടാ. എന്തായാലും അതിരപ്പള്ളിക്ക് ഒന്ന് കണ്ടുവരാം. അതിരപ്പള്ളി കഴിഞ്ഞാൽ ഈ 2 പാലം കഴിഞ്ഞാലേ മുന്നൊക്കെ അതിരപ്പള്ളിയിൽ വരുമ്പോ എല്ലാവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഇനിയൊരു വിഷമം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2 പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വളവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല്
ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ദാ കാണുന്ന സ്ഥലം കണ്ട, എന്താണ് അതിന്റെ പേര്, ഹില്ല് എന്തേലാട്ടെ, ഹിൽട്ടൺ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ കണ്ട ബിയർ ആൻഡ് വൈന്. ഇവിടെ മാത്രമാണ് അതിരപ്പള്ളി ചാലക്കുടി വിട്ട് കഴിഞ്ഞാല് ബിയറും വൈനും കിട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രം കേട്ടോ. എല്ലാരും ചോദിച്ചും നമ്മുടെ അടുത്ത് എപ്പോഴും ചോദിച്ചു പറഞ്ഞു മടുത്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എങ്കിൽ ഇപ്പൊ പോരുന്ന വഴിയില് പൂവത്തിങ്ങയിലും അതേപോലെ തന്നെ വേളുക്കരയിലൊക്കെ ബാറ് വന്നോണ്ടേ ഇവിടെ നിന്ന് ഇപ്പൊ അധികം ആൾക്കാർ ചോദിച്ചു വരാറില്ല. പക്ഷെ എങ്കിലും ഇനിയിപ്പോ ആരും ചോദിച്ചു വരണ്ട, അവിടെ ചെന്നാ മതി. പിന്നെ ഈ ഫ്രണ്ടിൽ പോകുന്ന ബസ് കണ്ടാ, ഇത് നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് ഒരു 12:30 ആ ഒരു സമയത്ത്, 12:30-12:45 ആ ഒരു സമയത്ത് മലക്കപ്പാറയിലേക്ക് പോകുന്ന ബസ്സാണ്. ഇത് അവിടെ ചെന്ന് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ വരുന്നതായിരിക്കും ട്ടാ. ഇപ്പൊ മലക്കപ്പാറയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിൽ പോവാ. നമ്മൾ KSRTC പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഗവൺമെന്റ് നമുക്ക് പ്രത്യേകിച്ചൊന്നും തരുന്നില്ല. അപ്പോ ഈ ഒരു വണ്ടിയിലൊക്കെ പോയി നമ്മളെ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കുക. മുന്നൊക്കെ വരുമ്പോണ്ടല്ല ഇവിടെ നിന്നിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ടോ പോവാറ് സാധാരണ. പക്ഷെങ്കില് അതിരപ്പള്ളി വന്നു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നല്ല കാണണ്ടത്, താഴെ നിന്ന് കാണണം. അതേപോലെ തന്നെ താഴെ ഇറങ്ങാനുള്ള മടിക്ക് ആൾക്കാർ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് മേളിയിൽ പോയിട്ട് കാണും. മേളിയിൽ പോയിട്ടും കാര്യമില്ല, താഴെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാലാണ്, അതിപ്പോ ഏത് വെള്ളമില്ലാത്ത സമയത്തായാൽ പോലും താഴെ നിന്ന് കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ. ഇപ്പൊ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടികളൊക്കെ നല്ല രീതിയിലുണ്ട്. നമ്മളെന്തായാലും ഇപ്പൊ അതിരപ്പള്ളിയിലേക്ക് കയറുന്നില്ല, തിരിച്ചു വരുമ്പോ കയറാന്നുള്ളൊരു പ്ലാനിങ് ആണ്. കാരണം ഇപ്പൊ നടന്ന് വശക്കേടായി കഴിഞ്ഞാല് നടന്ന് കയറാൻ പറ്റില്ല എന്നാണ് എന്റെ അനിയൻ പറയണത്. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും ചാർപ്പയിലേക്ക് പോവാം. അതിരപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാല്, അതിരപ്പള്ളി വന്നു കഴിഞ്ഞാല് വെള്ളച്ചാട്ടമുള്ള വെള്ളമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ചാർപ്പയിൽ എന്തായാലും പോണം. അവിടെയാണ് കാണേണ്ടത്. അവിടുത്തെ വെള്ളച്ചാട്ടം നമുക്ക് തൊട്ടടുത്ത് നിന്നിങ്ങനെ കാണാൻ നല്ല നൈസായിരിക്കും. പിന്നെ അവിടെ ഒരു പാലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു, ആ പാലം വന്നിട്ട് ഇപ്പോ പൊളിച്ചേക്കാണ് കേട്ടാ. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഇങ്ങനെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു പാലം പണിതിട്ടുണ്ട്, പക്ഷെങ്കിലും അത് നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുമ്മ കയറ്റൂല കേട്ടോ. ആ പാലൊക്കെ ഓപ്പൺ ആക്കിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പൊ അതിരപ്പള്ളി വരാണെങ്കിൽ പോലും അവിടെ ചാർപ്പയില് വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ പോലും നിങ്ങള് ഈ വഴിക്കൂടെ ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വാഴച്ചാല് വരെ വന്നു കഴിഞ്ഞിട്ട്, വാഴച്ചാല് ഇനിയിപ്പോ കേറാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ വഴിക്കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ച് നൈസായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ട്ടാ. അതേപോലെ തന്നെ അടുത്ത വളവിലാണ് നമ്മുടെ ജൂലൈ 4 സിനിമയൊക്കെ ഉണ്ടല്ലോ, അത് ഈ വളവാണോ അപ്പുറത്തെ വളവാണോന്ന് കറക്റ്റ് അറിയില്ല. അവിടേക്കാണ് നമ്മുടെ ജൂലൈ 4 സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നോണ്ട് ഞാനത് പറഞ്ഞു മാത്രം. വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ല, ഇതാ കാണുന്ന മരം പോലെ കംപ്ലീറ്റ് ഉണങ്ങി പിടിച്ചിട്ടായിരിക്കും ഈ വഴി മൊത്തം ഇരിക്കുക. ആ സമയത്ത് ഒരു എന്താ പറയാ, ആ സമയത്ത് അത് വേറൊരു ഭംഗിയാണ്. പക്ഷെങ്കിലും ഈ സമയത്ത് ഇതൊരു വേറെ ഭംഗിയാണ്. അപ്പൊ എന്തായാലും 2 സമയത്തും വരണം നല്ലതാണ്. എപ്പോഴും മഴയുള്ള സമയത്താണ് വെള്ളച്ചാട്ടം, പക്ഷെങ്കില് കുളിക്കാനായാലും ബാക്കിയുള്ള രീതിയിൽ ഇപ്പൊ അടിച്ചു പൊളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേനൽക്കാലം തന്നെയാണ് നല്ലത്. പക്ഷെ കാഴ്ചകള് ആസ്വദിച്ച് പോണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലം തന്നെയാണ്. ഫ്രണ്ടില് പോണ വണ്ടി കണ്ടാ പോണണ്ട, നമ്മള് പോണണ്ട, ഈ സൈഡിൽ ഒരു തെരി സ്ഥലം പോലില്ല. ഇവനോട് എത്ര പറഞ്ഞാലും ഇവൻ ഈ മൂലൊക്കെ കൂടെ കൊണ്ടുപോകുള്ളൂ. സാധാരണ എല്ലാവരും ഉണ്ടല്ലോ നടുക്കി കൂടെ പോകണം, ചാർപ്പയിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടാ. ഇതിപ്പോ ഈ മഴയുള്ള സമയത്താണ് ഇവിടെ ആൾക്കാർ, അല്ലെങ്കിൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് എങ്കില് ഒരിടയ്ക്ക് ഇവിടെ നിൽക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ വീണ്ടും ഇതായിട്ടുണ്ട്. ഇത് ഇവിടെ ആയിരുന്നു കേട്ടോ മുന്നേ ഒരു പാലുണ്ടായിരുന്നു, അത് പ്രളയത്തില് മൊത്തം അങ്ങോട്ട് ഒലിച്ചു പോയി. ആ പാലം അങ്ങനെ തന്നെ ഇല്ലാണ്ടായി. ഈ പാലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടിയാനെ ഇവിടെ നിന്ന്. പക്ഷെങ്കില് ഇനി അകലേന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടും. എന്തായാലും വണ്ടി അവിടെ ഒതുക്കിയിട്ട് നമുക്ക് ഇവിടെ വന്ന് നോക്കേണ്ട അവസ്ഥ ആണ്. മച്ചന്മാരെ നമ്മള് ചാർപ്പയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിന്റെ ഒക്കെ നല്ല നൈസ് സൗണ്ട് ഉണ്ട്. താഴെന്നുള്ള അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അട്ടയുണ്ടോന്ന് അറിയാൻ പാടില്ല. ഇന്നവരെ വന്നിട്ട് എന്നെ അട്ട പിടിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ഭാഗ്യമുണ്ടെങ്കിൽ അറിയാം ഇന്ന് അട്ട പിടിക്കോ പിടിക്കില്ല എന്നൊക്കെ. നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികളുണ്ട്. ആ ഭാഗത്തും കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പതുക്കെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാട്ടാ. നേരട്ടോ നമ്മുടെ ആ മലക്കപ്പാറയ്ക്ക് പോണ ബസ് വരുന്നു. ഇതിനകത്ത് വരുമ്പോ ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആ ഒരു ഭാഗത്തൊക്കെ കാണാനൊക്കെ നല്ല നൈസായിരിക്കും ട്ടാ. പിന്നെ അത് മാത്രല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോ അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പതുക്കെ ഒന്ന് ചവിട്ടി തരട്ടോ വീഡിയോ എടുക്കാനൊക്കെ. ഞങ്ങൾ വരുമ്പോ ഒക്കെ പറയാറുണ്ട്. അപ്പൊ എന്തായാലും
നൈസാണ്. ഈ സമയത്ത് ഈ വണ്ടിയിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണാട്ടാ. അല്ല ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണുമ്പോണ്ടല്ല, അതൊരു റെയിൽവേ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ആ ഷാരൂഖ് ഖാന്റെ പടത്തിലൊക്കെ ഉള്ള ഒരു ഇതില്ലേ, നമ്മുടെ കർണാടകയാണോ മുംബൈ മഹാരാഷ്ട്രയാണോന്ന് അറിയില്ല, ഏതോ ഒരു ഇതുണ്ടല്ലോ, അതേപോലെ ഒരു ഫീലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ. നമ്മടെ വീഡിയോയിൽ കാണാൻ പറ്റുന്നോന്ന് അറിയില്ല, പക്ഷെങ്കില് ഇതിവിടെ കണ്ട സ്പ്രേ ചെയ്ത് ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട് കേട്ടാ. ഇത് മുന്നേ അവിടെ ഒരു പാലുണ്ടായിരുന്നു, ഇപ്പോ നമുക്ക് അത്ര എടുത്ത് നിക്കായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ല അടിപൊളി, ആ സ്പ്രേ ചെയ്ത് വരണതാണ് ഏറ്റവും സൂപ്പർ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഇത് കണ്ട നൈസായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് വെള്ളം, കണ്ട ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റും. പക്ഷെങ്കിലും നമ്മൾക്ക് മുന്നുണ്ടായിരുന്ന പാലം എന്ന് അറിയണത് ഇത് ആ ഒരു ഭാഗത്തായിരുന്നു, ആ പാലത്തിന്റെ ആ ഒരു ഇതാണ് കേട്ടോ. അതായത് അവിടെ നിന്നായിരുന്നു, ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു അങ്ങോട്ട് പാലം. അപ്പൊ നമ്മളിത് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ല ശരിക്കും ആ ഒരു സ്പ്രേ ചെയ്ത് പോണത് കംപ്ലീറ്റ് കിട്ടുമായിരുന്നു. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. ഈ പാലത്തിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. പക്ഷെ പാലത്തിന്റെ മേളിൽ കയറുന്നു. പിന്നെ അതേപോലെ തന്നെ ഏതാണ്ടൊക്കെ സിനിമയിലുണ്ട് കേട്ടോ, ഇതിന്റെ മേളിക്ക് കേറി പോണ സീനുകളൊക്കെ ഉണ്ട്. അത് ഏത് സിനിമയാന്ന് എനിക്ക് പിടിയിട്ടില്ല. മച്ചന്മാരെ നമ്മളതേ പതുക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്, ഡെയിലി നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ കുരങ്ങൻ മച്ചന്മാരൊക്കെ നിൽക്കുന്നുണ്ടാ. ചിലപ്പോ വീഡിയോ അവരെടുക്കും ഫോൺ കൊടുത്ത് കഴിഞ്ഞാല്. അതേമാതിരി കമ്പനിയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കണ്ട നേരത്തെ കാണിച്ചതെന്നാണ്. എന്നാലും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ട് വരണത്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു സംഭവമുണ്ട്. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു 3 കൊല്ലം മുമ്പാണ്. 3 കൊല്ലം മുമ്പ് ട്രാവലറൊക്കെ എടുത്തിരുന്ന ആ സമയത്താണ് ലാസ്റ്റ് വന്നത്. അന്ന് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം വന്നപ്പോൾ പണ്ടത്തെ ആ ഒരു വീടൊക്കെ വരുമ്പോൾ എന്തോ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടാ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്നിങ്ങനെ വരണമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞ് അന്ന് നമുക്കൊന്ന് പോയിട്ട് വന്നാലോ. രാവിലെ എടുത്തപ്പോൾ എപ്പോൾ നോക്കിയാലും കംപ്ലീറ്റ് ഇതന്നെ. നമ്മള് ചാർപ്പൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചാർപ്പ് വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വാഴച്ചാലുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് നേരമില്ലാത്തത് കൊണ്ടും അവിടെ പ്രത്യേകിച്ച് കാണാനില്ലാത്തത് കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇതേപോലൊക്കെ തന്നെ അതൊരു വേറൊരു വൈബാണ്. പിന്നെ കുറച്ച് നടന്നൊക്കെ കാണാനൊക്കെ ഉണ്ട്. കാണാനെന്ന് പറഞ്ഞാൽ ഇതേപോലൊക്കെ തന്നെ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. നമുക്ക് പിന്നെ സ്ഥിരം കണ്ട് ശീലമായതുകൊണ്ട് അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോകുന്നില്ല. അപ്പൊ ഇനി പിന്നെ അതേപോലെ തന്നെ എനിക്കിന്ന് വൈകുന്നേരം ഓട്ടോടാൻ പോകണം. പിന്നെ ഒരു പേഴ്സണൽ ട്രിപ്പ് ഉണ്ട്. പക്ഷെ അതെങ്കിൽ ഞാൻ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ വഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ 8:30 സമയത്ത് എയർപോർട്ടിൽ നിന്നാണ്. അപ്പൊ എന്തായാലും അത് എടുക്കാൻ വഴിയൊന്നുമില്ല. അപ്പൊ ആലോചനയിലാണ്. എന്തായാലും കുറച്ചു നേരം ഓടണം, കയ്യിൽ പൈസ ഒന്നുമില്ല. വണ്ടിയുടെ ഇൻഷുറൻസ് വന്നിട്ട് നാളെയല്ല മറ്റൊന്ന് തീരും. അപ്പൊ എന്തായാലും ഇൻഷുറൻസ് എടുക്കണം വണ്ടിക്ക് പുതിയത്. അപ്പൊ അതിനൊരു 10-22,000 രൂപ വരും. അവിടെ ഒരു ചെറിയൊരു നൂൽ വെള്ളച്ചാട്ടം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടി അവിടെ നിന്ന് സൈഡാക്കി കൊടുത്തത്. അപ്പൊ ആ സ്വിഫ്റ്റിന്റെ അപ്പുറത്തേക്ക് ഇതേമാതിരി കുറെ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോരുന്ന വഴിക്ക് കാണാട്ടാ. പിന്നെ ഇത് അവിടെ ഒരു ഭാഗത്ത് എന്തോ ഒരു ഈടുമാടം എന്നിട്ടാണ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്താണ് എന്റെ അപ്പം പറഞ്ഞ ജയം മരിച്ചു എന്നൊക്കെ പറയണത്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ദേനാട്ടാ ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മ നേരത്തെ പറഞ്ഞ സ്ഥലം. ഇവിടൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പതുക്കെ പോണം. ഈ ഒരു വഴി കൂടെ പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്പീഡിൽ പോരുത്, പതുക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് 2 സൈഡൊക്കെ നോക്കി ആയത്തിന് പോണം. ഈ ഒരു ഭാഗത്താണ്ടോ നമ്മുടെ കാറ് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് മറിയുക ചെയ്ത് വണ്ടിയൊക്കെ ആകെ നശിച്ചു പോയി. അംബാസഡർ ആയിരുന്നിട്ട് അംബാസഡർ നശിക്കാന്ന് പറയുമ്പോ ഊഹിച്ചാ പോരെ. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോ പണ്ടത്തെ ആ കാറ് മറിഞ്ഞതും പിന്നെ ഡാഡി ഈ എന്താണ് ജയന്റെ കാര്യം പറയണതൊക്കെ കേൾക്കുമ്പോ ഈ ഒരു സ്ഥലത്തുമ്പോ ആ ഒരു കാര്യം പെട്ടെന്ന് മൈൻഡിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടാ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിരപ്പള്ളിയിലേക്ക്. പിന്നെ പോകുന്ന വഴിയിൽ കാര്യമായിട്ട് മരങ്ങളൊന്നും ഒടിഞ്ഞൊന്നും വീണിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു ഭാഗം പേടിക്കണ്ട. പിന്നെങ്കിലും മഴ ഇപ്പൊ ഇച്ചിരി കുറവാണ്, ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുട ചൂടി നടക്കേണ്ടി വരുന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ വെക്കേഷൻ അവസാനിക്കാൻ പോവാണ്. അപ്പൊ എന്തായാലും നാളെയും മറ്റന്നൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് വന്ന് വെക്കേഷന്റെ ലാസ്റ്റ് എൻജോയ്മെന്റ് നടത്താണെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിൽവർ സ്റ്റോമും ഡ്രീം വേൾഡ് ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു സമയത്ത് മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ പാർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ തുമ്പൂർ മുഴിലൊക്കെ ഉണ്ട്, പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും കുറച്ച് ചെറിയ രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അതൊക്കെ കാണാം. പിന്നെ തൂക്കുപാലം അവിടുത്തെ മസ്റ്റ് വാച്ചാണ് കേട്ടോ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആദ്യത്തെ തൂക്കുപാലം തുമ്പൂർമുഴി. നമ്മളിത് അതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളച്ചാട്ടമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഈ വെള്ളച്ചാട്ടത്തേക്ക് പോകാനുള്ള ഒരു ഭാഗമാണ് ബാക്കിൽ കണ്ട നല്ല കോടയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോ ആ ഒരു ബാക്കിക്ക് നോക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു വാഗമണ്ണോ ആ ഒരു ഭാഗത്തേക്ക് എത്തിയൊരു ഫീലുണ്ട് കേട്ടോ. ഇത് കാണിച്ചു തരാട്ടാ. നൈസ് വ്യൂസ് ഒക്കെ കണ്ടിങ്ങനെ പതുക്കെ 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 ഇങ്ങനെ നടന്നു പോവാട്ടാ. നമ്മള് ഇങ്ങനെ നടന്നു വരുന്ന സമയത്തേ കുറെ ആൾക്കാരൊക്കെ കൂട്ട് വേണോ കുട വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എൻ്റെ പണ്ടത്തെ ഞാൻ തന്നെയാണ് ഓർമ്മ വന്നത്. ഞാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കൂട്ട് വെക്കാനും കുട വെക്കാനും തൊപ്പി വെക്കാനൊക്കെ എൻ്റെ മുന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഞാൻ അതിൽ നിന്നാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതൊന്നും പറയാൻ പറ്റുന്നില്ല. അതിൽ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. എൻ്റെ ആദ്യത്തെ പരിപാടി അതായിരുന്നു. ഇവിടെ അല്ലായിരുന്നു കേട്ടോ, തുമ്പൂർമുഴിയിലായിരുന്നേ. പക്ഷെങ്കിലും ഇവിടെയുള്ള എല്ലാവരും എനിക്കറിയാം. ഒരു ആൾക്കാരെ എന്നെയും അറിയാം, അവരും അറിയാം. പക്ഷെങ്കിലും ഞാൻ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നേരത്തിന് എത്താൻ പറ്റില്ല. അപ്പം ആരും ഞാൻ കാര്യമായിട്ട് നോക്കുന്നില്ല. ഇങ്ങനെ പതുക്കെ നൈസായിട്ട് സ്കൂട്ടായി പോവാം. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു കടയായിരുന്നു കേട്ടോ. നമുക്കും തുമ്പൂർമുഴി ഡാമിൻ്റെ സൈഡിൽ അതിൽ നിന്നായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് നടന്നിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാനൊരു 10ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കട പോലെ ഇതേപോലെ തുടങ്ങിയത് കേട്ടാ. പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ആ ഒരു കടയിലെ ചേട്ടനാണ് എനിക്ക് എറണാകുളത്ത് നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് തരാറുണ്ടായിരുന്നു. നമ്മളിത് അതിരപ്പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അതിരപ്പള്ളിക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്നത്. ഞാൻ ഇന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ടില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിരപ്പള്ളി പഞ്ചായത്തിലുള്ള ആളുകൾക്ക് ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അകത്ത് കയറുമ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ സെറ്റപ്പ്. കുറേ നാളായി കയറിയിട്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. ഒരാൾക്ക് വരുന്നത് 60 രൂപയാണ് കേട്ടോ. അത് അതിരപ്പള്ളി മാത്രമായിട്ടല്ല, അതിരപ്പള്ളിയും വാഴച്ചാലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. പകുതി മുക്കാൽ ആൾക്കാരെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരപ്പള്ളി കയറും, വാഴച്ചാല് പോവില്ല. ഈ രണ്ടിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ 60 രൂപ അടിക്കണേ. അപ്പോൾ അവിടെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കാത്തത് കൊണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരെന്തെങ്കിലും വാഴച്ചാലിലും കൂടി കയറി ടിക്കറ്റ് മുതലാക്കാം. 30 രൂപ വെച്ച്. പക്ഷേങ്കിൽ ആർക്കും അറിയാത്തത് കൊണ്ട് എന്താണ് പകുതി ആൾക്കാരും വാഴച്ചാലിലേക്ക് കയറില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് അതിരപ്പള്ളിയിലെയും വാഴച്ചാലിലെയും എൻട്രി ടൈം എന്ന് പറയുന്നത് 5 മണി വരെ അകത്ത് കിടക്കാം. അകത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ 6 മണി വരെയാണ് കേട്ടോ അകത്ത് കടന്നു കഴിഞ്ഞാലുള്ള ടൈമും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വരുന്നവരെല്ലാവരും ഒരു ഉച്ച സമയത്തൊക്കെ എത്താൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് എല്ലാവരുടെയും കയറാൻ പറ്റുള്ളൂ. പകുതി മുക്കാൽ ആൾക്കാർ വന്ന് എവിടെയും കയറാൻ പറ്റാണ്ട് ഇറങ്ങാൻ പറ്റാണ്ടൊക്കെ തിരിച്ചു പോകാറുണ്ട്. എന്നാലാണ് നമുക്ക് ഈ തുമ്പൂർമുഴി, വാഴച്ചാല്, അതിരപ്പള്ളി എല്ലാം കണ്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഉണ്ടല്ലോ ഇവിടെ നിന്ന് വരുന്നവരെന്തായാലും നടക്കുമ്പോൾ പൊതു കാഴ്ചകൾ നോക്കാണ്ട് കുറച്ചൊക്കെ താഴെയും കൂടി നോക്കി നടക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചെറുതായിട്ട് വഴുക്കലെന്ന് പറയാനൊന്നുമില്ല, പക്ഷെങ്കിൽ നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ വഴിക്ക് വീഴാൻ ചെറിയ രീതിയിലൊക്കെ ഒരു ചാൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും അവിടെ ഇവിടെ നോക്കണതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് താഴെയും കൂടി ഒന്ന് നോക്കി നടക്കുക, അത് കുറച്ച് നല്ലതായിരിക്കും. അതേമാതിരി തന്നെ ചെരുപ്പൊക്കെ നല്ല ഇട്ട് വരിക. ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. മുന്നൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തേക്ക് അവസ്ഥ അറിയില്ല. ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് കുറേ കൊല്ലങ്ങളായി. ചവര മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ വലിയ തിരക്ക് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെങ്കിലും ചെറിയ കുറച്ച് ആൾക്കാരുണ്ട്. ഇടദേശത്തിൻ്റെതായിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ. ചമാരത്തെ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി. നമ്മളിത് മ്യൂസിക് കേട്ട് BGM കയറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. അടിക്ക് ഇത് സ്പ്രേ ചെയ്ത് പോകുന്നത് കാണാൻ നല്ല അടിപൊളി നൈസ് രസമായിരിക്കും കേട്ടോ. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കിടക്കും. പിന്നെ അതേപോലെ തന്നെ പറയാണ്ട് അറിയാലോ, ബാഹുബലി സിനിമ, അതേപോലെ തന്നെ തമ്മന്നയുടെ തന്നെ കുറേ സിനിമകൾ, ഇപ്പോൾ ലാസ്റ്റ് കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ഈ അതിരപ്പള്ളി. ഇപ്പം എന്താ ആലക്കുടി ഭാഗത്തേക്ക് വരുന്നവരെന്തായാലും ഈ ഒരു സ്ഥലം മിസ്സാക്കാണ്ട് പോകാട്ടോ. താഴേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് പോകുന്നുണ്ട. പിന്നെ അവിടെയൊക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇത് അപ്പുറത്തെ ഭാഗം കണ്ട, അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് ട്രക്കിങ് ചെയ്ത് വരാനുള്ളൊരു സംവിധാനമൊക്കെ ഇപ്പം ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാനധികം ആൾക്കാരും കണ്ടിട്ടില്ല. അത് അതിൻ്റെ ഡീറ്റെയിൽ മറ്റേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് പതുക്കെ നടന്ന് ആൾക്കാരൊക്കെ സ്ലോ ചെയ്തിട്ടൊക്കെ നടന്നു വരണം കേട്ടോ, വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഇനി പടത്തത് വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ഇറങ്ങാം. ഇവിടെ നിൽക്കുന്ന പകുതി ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരാരും താഴേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് അവസ്ഥ. നമ്മളിപ്പോൾ പോയത് ഈ ഒരു ഭാഗത്തേക്ക് കേട്ടോ. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. ആൾക്കാർ കൂടുതലും ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ വന്നത്. പിന്നെ നടന്നു പോയിക്കണേ. പക്ഷേ എങ്കിൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ താഴേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. മുന്നേ ഇതേപോലെ ഒന്നല്ലായിരുന്നു. വഴിയൊക്കെ ഭയങ്കര ശോകമായിരുന്നു. അപ്പോൾ കുറേയൊക്കെ മാറ്റമുണ്ട്. നടന്നു പോകാനൊക്കെ വലിയ സുഖമുണ്ട്. ഇറങ്ങി പോകാൻ കയറി വരുമ്പോൾ അത്ര സുഖം ഉണ്ടാവും എന്നുള്ളത് കയറി വരുമ്പോൾ അറിയാം. അപ്പോൾ കയറി പോണവരുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയ കുഴപ്പമില്ലാന്ന്. എന്തായാലും നമുക്ക് തിരിച്ച് കയറുമ്പോൾ അറിയാം. ഇവിടെ പറയണ കേട്ടാ. ഇവര് കയറണ്ടെന്നൊക്കെ പറയണേ. താഴേക്ക് കയറി കഴിഞ്ഞാൽ വെളി കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവരെന്തെങ്കിലും താഴെ ഇറങ്ങി കഴിഞ്ഞാൽ മേളിക്ക് കയറാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് വരരുത്. കാരണം നമ്മൾ ഇച്ചിരി നേരെ എടുത്തിട്ടായാലും താഴെ പോയി മേളിക്ക് കയറി വരണം. എന്നാലും അതിൻ്റെ ഒരു ബ്യൂട്ടി, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി പറഞ്ഞാലേ. പോകുമ്പോൾ ഉള്ള വഴികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ എന്താണ് ആളിയാറ് ചുരം മാതിരിയാണ് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ വളഞ്ഞത് ഇങ്ങനെ വന്ന് ഇവിടുന്ന് അങ്ങോട്ട് വളഞ്ഞ് അവിടുന്ന് താഴേക്ക് അടിപൊളി. അത് കണ്ട വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വന്നിട്ട് എല്ലാവരും നനയാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടാ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് അവിടേക്ക്. അടിപൊളി. ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടാ. പക്ഷേ എങ്കിൽ ഈ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കണ്ട. ഞാനിപ്പോൾ ഇനി നനഞ്ഞു കുളിക്കും. നനഞ്ഞു ഏതായാലും കുളിച്ചു. കണ്ട സ്പ്രേ ചെയ്ത് വരണേണ്ട വെള്ളം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. എന്നാലും കണ്ടില്ലേ അടിപൊളി. ഇവിടെ നിന്നിട്ടൊന്നും പറയാൻ മര്യാദക്ക് അവിടെ നിന്ന് ഒരു കോട്ട് മേടിച്ചിട്ടാൽ മതിയായിരുന്നു കേട്ടോ. ആകെ തീരാണ്. വെള്ളച്ചാട്ടം കാണാൻ പറ്റി പോലുമില്ല. കാണാൻ പറ്റുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റില്ല. കാണാ സ്പ്രേ ചെയ്ത് പോയിട്ട് കുറച്ചുകൂടി നല്ലതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടി നീങ്ങാവുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനും നന്ദി. അതേ ഇവിടെ നന്ദി. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് അടിപൊളി. എന്തായാലും വേറൊരു ഫീലായിരിക്കും ഈ സമയത്ത് വന്നാൽ. ഇതെന്തായാലും മഴ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ തീർച്ചയായും ഈ സമയത്ത് കാറ്റടി എന്തായാലും ഇവിടെ വരുന്നവരെന്തായാലും റെയിൻകോട്ടും മേളിൽ നിന്ന് മേടിച്ചിട്ട് വരണത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൈ പിടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ഒരു തോർത്തുമുണ്ടും കൂടി കരുതുക. കാരണം എൻ്റെ തല കണ്ടില്ലേ ഈ അവസ്ഥയിൽ. അപ്പം എന്തായാലും വരുന്നവർ അതൊക്കെ കൊണ്ടുവരിക. അതേപോലെ മൊബൈൽ ഇടാൻ ഒരു കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ വണ്ടിയിൽ അങ്ങനെ കയറിയിരിക്കുന്നതാണ് ഞാൻ ആലോചിക്കണേ. അപ്പോൾ അതേ മച്ചന്മാരെ കിതച്ചിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി. എന്തായാലും കുഴപ്പമില്ല. അതിന് നാളെ പനി പിടിക്കണോ. നനഞ്ഞിട്ടുണ്ട് നന്നായിട്ട്. തോർത്തെടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടുന്ന് പോകുന്നത് വ്യൂ പോയിന്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ അവിടുന്ന് അതിരപ്പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി അടുത്തത് തുമ്പൂർമൂഴിലൊന്ന് കയറണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചെന്ന ആ വ്യൂ പോയിന്റ് നിന്നിട്ടാണ് കേട്ടോ പകുതി മുക്കാൽ ആൾക്കാരും കാണുന്നത്. പക്ഷേ എങ്കിൽ അവിടെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇത്ര പടയിച്ച് വന്നേ, ഇത്ര വഴി ഓടിച്ചു വന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് പലരും അകത്തേക്ക് കയറാണ്ട് പോണവരും അവിടെ നിന്ന് കണ്ടിട്ട് പോണവരും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ മലക്കപ്പാറ ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ അവിടെ നിന്ന് ആ വ്യൂ പോയിന്റ് കണ്ടിട്ട് അതിരപ്പള്ളി കയറി സമയം കളയണ്ടെന്നുള്ള രീതിയിൽ പോകുന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ് ആയിരിക്കും കേട്ടോ. അപ്പം എന്തായാലും വരുന്നവരെല്ലാവരും ഇവിടെയും കൂടി ഇറങ്ങി കണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവുക. അല്ലാണ്ട് അവിടെ നിന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഒരു സാധനത്തിനും, അതായത് പുറമേ നിന്ന് കണ്ടിട്ട് ഒരു സാധനത്തിനും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം എന്തായാലും നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഈ വഴിക്ക് അതിരപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ റൈറ്റ്, ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ്. ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലമാണ്. കാരണം വേറെ എവിടെയും പുഴയിൽ ഇറക്കില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും ഇവിടേക്കാണ് കുളിക്കാൻ വേണ്ടിയിട്ട് വരാറുള്ളത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെയൊന്നല്ല, ഇവിടെയല്ല, അതിൻ്റെ അപ്പുറത്തെ ഒരു ഭാഗത്താണ് നിൽക്കാറ്. വണ്ടിയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ.
ഇവിടെ വരുമ്പോ ഈ സ്ലാബ് വഴി ഇതിങ്ങനെ പതുക്കെ നടന്നു പോകുമ്പോ കണ്ടാ ആ ഒരു സ്പോട്ട് വരണേ. വെള്ളത്തിന്റെ ഒക്കെ ഒരു സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ അവിടെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടാ. എനിക്ക് നേരമില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. എന്തായാലും അവിടെ വരെ പോയി നോക്കാം. നമ്മള് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കണ്ടാ. പോണ ഇതാ ഒരു ഫാമിലി ആണ്ടെന്ന് തോന്നണം അവിടെ. വേറെ ആരും ഇല്ല. ഈ ഇട ദിവസം ആയതുകൊണ്ടാണ്. നൈസാണ് ഇതിൽ കൂടെ നടന്നു പോകാനൊക്കെ കണ്ട. ഇതൊക്കെയാണ് വഴി. ഇവിടെ ഇങ്ങനെ നടന്നു പോകാൻ നല്ല നൈസ് വൈബാണ് കേട്ടാ. ഇങ്ങനെ പതുക്കെ നടന്നു വന്നത് അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ട. അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലിരുന്ന് ഇങ്ങനെ കുളിക്കണം. അതാണ് വൈബ്. ഇവിടെ ആകുമ്പോൾ ഒഴുകി പോകുന്ന പേടിക്കേ താഴ്ചയുണ്ടെന്ന് പേടിക്കുക അങ്ങനത്തെ ഒരു വക പേടിയും വേണ്ട. ധൈര്യമായിട്ട് ഇറങ്ങാം. അടിപൊളി സ്പോട്ടാണ് അത് കണ്ടത്. ഇവിടെ അവസ്ഥ ഇവിടെയൊക്കെ സുഖമായിട്ട് കുളിക്കാവുന്നതാണ് കേട്ടാ. വലിയ താഴ്ചയോ കാര്യങ്ങളൊന്നും ഇല്ല. വെള്ളത്തിന് നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടാ. അടിയൊക്കെ സുഖമായിട്ട് കാണാം. ഞാൻ ക്യാമറ താഴേക്ക് നനപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നൈസാണ്. ഇവിടെ അധികം ആൾക്കാരുടെ ശല്യമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിലവിൽ. ഇനി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. എന്തായാലും ഞാൻ പതുക്കെ അവിടെ ഒരു മേളിലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അവിടെയൊക്കെ ഒന്ന് നോക്കാം. അച്ഛന്മാരെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ഒരു വെള്ള കളർ ഉണ്ടില്ലേ. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല, കുറേ വഴിയുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണോ എന്ന് കറക്റ്റ് അറിയില്ല. പക്ഷേ ഇപ്പുറത്തൊക്കെ റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് വന്നിട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഈ വെള്ളത്തെ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ താഴെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ താഴെ ഈ വെള്ളത്തിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇപ്പുറത്തേക്കൂടെ ചാടും. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കാം. ശ്വാസം പിടിക്കേണ്ടി വരില്ല, ഒന്നും വേണ്ടിയില്ല. നമുക്ക് നൈസ് വരാം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ വർത്താനം പറഞ്ഞിരിക്കാം. എൻ്റെ ഒക്കെ ഒരു മുന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒളിച്ചിരിക്കും. അവിടെ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ ശ്വാസം പിടിക്കേണ്ട വെള്ളം ഇതിക്കൂടെ ഇങ്ങനെയേ പോവുള്ളൂ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ ഇവിടെ ഊത്തരി കയറുന്ന സമയത്തൊക്കെ മുന്നേ ഞങ്ങൾ മീനൊക്കെ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ നല്ലൊരു അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ കുളിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതാ ബേക്കിൽ കാണുന്നത് ആ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേക്കൂടെയും നമുക്ക് നടന്ന് മെയിൻ റോഡിലേക്ക് എത്താവുന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇതിൽ കൂടെ വന്നത് ശരിക്കും അതാ നല്ലത്. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ച് തുമ്പൂർമുഴിയിലേക്ക് പോവാം. ഈ ഒരു ഭാഗത്തേക്ക് ഇത് ഇപ്പം നമ്മൾ പോയ ഭാഗത്തേക്ക് ഇത് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. ഇട ദിവസമൊക്കെ ഈ ഒരു സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിരപ്പള്ളി വരുന്ന ആളുകൾ കുറേ ആൾക്കാർ വെള്ളത്തേക്ക് ഇറങ്ങാണ്ട് ബുദ്ധിമുട്ടി പോകുന്നവരുണ്ട് കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം അടിപൊളിയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊന്നക്കുഴിയിൽ വിരിപ്പാറയാണ് പിന്നെ അടുത്തൊരു സ്പോട്ട്. അവിടെ ഇപ്പം എനിക്ക് പോകാനും കാണിക്കാനും നേരമില്ല. വേറൊരു ദിവസം ഒഴിവുള്ളപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ പോണ വഴിയിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട്, നൈസായിട്ട് പോവാം. ഇനിയിപ്പോൾ എന്തായാലും തുമ്പൂർമുഴിയിൽ ഇനി അടുത്തത് കയറാം. അങ്ങനെ നമ്മൾ പോരുന്ന വഴിയിൽ മൃഗങ്ങളൊന്നും കണ്ടില്ല. ഈ സമയത്ത് ഉണ്ടാവാൻ വഴിയൊന്നുമില്ല. ഇനി ഭാഗ്യമുണ്ടെങ്കിൽ കാണിക്കാം. വെച്ചമാരെ നമ്മൾ തുമ്പൂർമുഴി ഡാമിൻ്റെ അകത്തേക്ക് കിടക്കണ്ട. ടിക്കറ്റ് കൗണ്ടർ ഇതാണ് കേട്ടോ. നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല കേട്ടോ. ടിക്കറ്റ് എടുക്കേണ്ടതാണ്. നമ്മൾ നാട്ടുകാർക്ക് പൈസ തന്നെ ഹീഹേം. അതിരപ്പള്ളിയിലും ഞങ്ങൾ ടിക്കറ്റ് എടുക്കാറില്ല, പക്ഷെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇന്നെടുത്ത്. ഇവിടെ നിന്ന് ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ ഇവിടെ ഒരു ചെറിയൊരു തൂക്കുപാലം എന്ന് പറയാൻ പറ്റില്ല, ഏതോ ഒരു പാലം. അതേ നമ്മളിത് അകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക്. അയ്യോ താഴെ കൂടെ ഇരുന്ന് പോകണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല. അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ മുന്നേ. ഞാനൊക്കെ ഇഷ്ടംപോലെ പിന്നെ പാതിരാത്രിയൊക്കെ ഇവിടെ വന്ന് കിടന്നിട്ടുള്ളതാ. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്തും ആദ്യ ഒരു മനസ്സീനത്തിൻ്റെ ഒക്കെ സമയത്ത് ആ ഒരു ഭാഗത്ത് ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളും പിന്നെ കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ നമ്മുടെ സെപ്റ്റംബർ ഓണം ആ ഒരു സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് വരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മറ്റേ ചിത്രശലഭങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഏഴാറ്റും എന്ന് പറയുന്നത് തന്നെ ഓപ്പോസിറ്റ് സൈഡ്, അവിടെ നിന്ന് കടന്നു വരുന്നവർക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറാണ്. അപ്പുറത്ത് വേറെ പാസ്സാണ്, അത് എറണാകുളം ജില്ലയാണ്. അപ്പം എന്തായാലും തൂക്കുപാലത്തുമ്മേക്ക് കിടക്കാം. പിന്നെ വരെ നമ്മളിത് തൂക്കുപാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. ആ ഒരു ഭാഗത്ത് കെട്ടിയിരിക്കുന്നതാണ്, അതൊക്കെ പ്രളയത്തിൽ ഇടിഞ്ഞു പോയിട്ട് വന്നേക്കണതാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഈ പുഴയിൽ പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ നിറച്ച് മരങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു ഞങ്ങൾ മുന്നേ വരുമ്പോൾ എപ്പോഴും കുളിക്കാറ്. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പാലത്തുമ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ കേട്ടോ ശരിക്കും കുലുങ്ങുള്ളൂ. അപ്പോൾ വലിയ കുലുക്കുന്നൊന്നും പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് പോയി നിന്ന് കഴിഞ്ഞിട്ട് ഇത് മൊത്തം കാണണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി. നമ്മൾ പാലത്തിൻ്റെ മേളിലെത്തി നടുക്ക് എത്ത സെൻറ്ററിൽ ഏകദേശം ആയിട്ടുണ്ട്.
ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ കാണുന്ന ചെക്ക് ഡാമാണ് തുമ്പുറുമൊഴി ഡാം. ഈ ചെക്ക് ഡാമിൽ നിന്ന് 2 കനാലുണ്ട് പോണേ. ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ ചാലക്കുടി അഷ്ടമിച്ചിറ ആ ഒരു ഭാഗത്തേക്കും, റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന കനാല് വന്നിട്ട് എറണാകുളം മറ്റേ മഞ്ഞപ്പുറ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ടാണ്, അങ്കമാലി ആ ഒരു സൈഡിലേക്കാണ് ആ കനാല് പോകുന്നത്. പിന്നെ അവിടെ മരത്തിൻ്റെ അപ്പുറത്തൊരു കളർ കണ്ട അവിടെ ചെറിയൊരു വാച്ച് ടവർ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. മുന്നേ പുഴയ്ക്ക് ഇറങ്ങാനൊക്കെ ഉണ്ടായിരുന്ന സ്റ്റെപ്പ് ഉണ്ടത് ആ കാണുന്നത്, അതിൻ്റെ അപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ പ്രളയം കഴിഞ്ഞ പിന്നെ പുഴയ്ക്ക് കാര്യമായിട്ട് ആൾക്കാരും ഇറക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചേക്കണത്. ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണിത്. ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഇരുന്ന് കഴിക്കാനും അത്യാവശ്യം ഇരിക്കാനും കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കൈ കഴുകാനും ടോയ്ലറ്റിൽ പോകാനൊക്കെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടോയ്ലറ്റ് അതിരപ്പള്ളിയിൽ അതേപോലെ തന്നെ ടോയ്ലറ്റിൽ കയറിയിട്ടായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ടോയ്ലറ്റൊക്കെ ആയിരുന്നു. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവാറില്ല. പക്ഷെ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടോയ്ലറ്റുകളൊക്കെ ആയിരുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പോണില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പതുക്കെ ഇവിടുത്തെ വേറെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നേരം വൈകുന്നേരം ഓട്ടം ഉണ്ട്. അപ്പോൾ എന്തായാലും അതിന് പോകണം. വെച്ചമാരെ നമ്മള് പരിപാടികളൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ കാര്യങ്ങള്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ടും അതേപോലെ ഊബർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് എൻ്റെ ചാനൽ കൂടുതൽ ഇടാറ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.